തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ സുദിനങ്ങളെ ഏറ്റവും അനുഗ്രഹത്തോടും ശ്രേഷ്ഠതയോടും കൂടി മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നാം എല്ലാം ആയിരിക്കുന്നത്. ആത്മതപനത്തെയും അനുരഞ്ജനത്തെയും അനുതാപത്തെയും മാനസാന്തരത്തെയും ഒക്കെ കൂടെ കൂട്ടി ഒരു തീർത്ഥാടന യാത്ര നാം നടത്തുകയാണ്. കാനാവിലെ മനോഹരമായ വിവാഹ വീട്ടിലെ വിരുന്ന് സൽക്കാരത്തിൽ നിന്നും ഗോകുൽഥായുടെ കാൽവറിയിൽ ആ കഴുമരത്തിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഇടത്തിൽ നിന്നും അവിടെ നിന്നും ഒഴിഞ്ഞ കല്ലറ നൽകുന്ന സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവത്തിലേക്കുള്ള ഒരു തീർത്ഥാടന യാത്ര. താഴ്മയോടും ജീവിത വിശുദ്ധിയോടും കൂടി നമുക്ക് ഈ തീർത്ഥാടന യാത്ര നടത്തുവാൻ സാധ്യമാകേണ്ടിയിരിക്കുന്നു. ലെൻറ്റ് എന്ന വാക്ക് വരുന്നത് ആംഗ്ലോ സാക്സൺ പദമായ ലെങ്റ്റൺ എന്ന വാക്കിൽ നിന്നും കൂടിയാണ്. ഇതിൻ്റെ അർത്ഥം വസന്തം എന്നാണ്. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച ആ അനുഭവങ്ങളെയും കഷ്ടാനുഭവങ്ങളെയും ക്രൂശ് മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഒക്കെ ധ്യാനിക്കുന്നതിൽ കൂടി ചില പുതിയ ഉൾക്കാഴ്ചകൾ തളിരിടുന്ന വസന്തമായി ഈ തീർത്ഥാടന കാലം നമ്മുടെ ജീവിതത്തിലൊന്ന് പരിണമിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്, എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ബാക്ക് ടു ദ ബേസ് എന്നൊരു ആജ്ഞ പട്ടാള ക്യാമ്പുകളിൽ മുഴങ്ങി കേൾക്കാറുണ്ട്. പരാജയപ്പെട്ട് തുടങ്ങി അല്ലെങ്കിൽ ക്ഷീണാവസ്ഥയിൽ ആയിരിക്കുന്ന തൻ്റെ പട്ടാളക്കാരോട് കമാൻഡർ ആജ്ഞാപിക്കുന്നു, പാളയത്തിലേക്ക് മടങ്ങുക. നമ്മെ ശക്തീകരിക്കുന്നതിനായും പാളിപ്പോയ നമ്മുടെ ചുവടുകളെ പുനഃപരിശോധിക്കുന്നതിനായും പാളയത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ ഇസ്രായേലിനോട് ദൈവം ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്, പാളയത്തിലേക്ക് മടങ്ങി വരിക. പാളിപ്പോയ ചുവടുകളെ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിന്നെ തന്നെ ഒന്ന് പുനർജീവിപ്പിച്ച് ശക്തീകരിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ എന്നെ തന്നെ ഒന്ന് തേടി നമ്മൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്ഷണമില്ലാതെ കടന്നു ചെല്ലുവാനും കുറ്റങ്ങളും കുറവുകളും ഒക്കെ തിരിയുവാനും ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ പലപ്പോഴും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ മറന്നുപോകുന്നു. അല്പസമയം മൗനമായി ചിന്തിക്കുവാൻ, ഞാൻ ആരാണ്? ക്രൈസ്തവ ജീവിതത്തിൽ എൻ്റെ നില എവിടെയാണ്? ആത്മീയമായി ഞാൻ ഇന്നും പക്വത നേടുവാൻ കഴിയാതെ ശൈശവത്തിൽ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനായി നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോമ്പുകാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശവും ഇതുതന്നെയാണ്. പാളിപ്പോയ ജീവിത തീരുമാനങ്ങളിൽ നിന്നും വഴികളിൽ നിന്നും പാളയത്തിലേക്ക് മടങ്ങി വന്ന് പശ്ചാത്തപിക്കുവാനും ഹൃദയത്തെയും ജീവിതശൈലിയും ഒക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനും ഒരു ശുദ്ധീകരണത്തിലൂടെ എന്നെ തന്നെ ഒന്ന് പരിവർത്തനം ചെയ്യുവാനും ഈ കാലം നമുക്ക് വിനിയോഗിക്കാം. ലെൻറ്റ് ഈസ് ടു നോ ഗോഡ് മോർ ക്ലിയർ. ലെൻറ്റ് ഈസ് ടു ലവ് ഗോഡ് മോർ ഡീപ്പർ. ലെൻറ്റ് ഈസ് ടു ഫോളോ ഗോഡ് മോർ നിയർ. ഈ നോമ്പുകാലം ദൈവത്തെ കൂടുതലായിട്ട് തിരിച്ചറിയുവാനും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനും കൂടുതൽ അടുത്തു നിന്ന് അനുഗമിക്കുവാനും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.